ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി സൂര്യയും കൊണ്ട് താനൂരമ്മയുടെ ആ കാടിനുള്ളിലെ ക്ഷേത്രത്തിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ സമയം നന്ദിനിയെ പിന്തുടർന്ന് തന്നെ ഈ ഗുണ്ടകളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും വരുന്നുണ്ടെന്നുള്ള സത്യം നന്ദിനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നന്ദിനിയാണെങ്കിലോ ഈ ഒരു താനൂരമ്മയുടെ ക്ഷേത്രം സൂര്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂര്യയാണെങ്കിലോ ഇത് ഏതാടോ, ഇത് അമ്പലത്തിലോട്ടാണെന്ന് മനസ്സിലായി, ഇത് ഏതാടോ ക്ഷേത്രം എന്നൊക്കെ ചോദ്യമായിരിക്കുന്നു കേട്ടോ. ആ ചോദ്യത്തിന് മുന്നിൽ ഉടൻ തന്നെ ഇവിടെ പറയുകയാണ്, അതെ ഇത് താനൂരമ്മയുടെ മുമ്പുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു, ഇവിടെയായിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് താനൂരമ്മയിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ ഈ വാക്കുകൾ വലിയൊരു പ്രചോദനം തന്നെ സൂര്യക്ക് ആകുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണ ആ വായോ എന്നാൽ നമുക്ക് തൊഴാം എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് കാണാൻ കുറച്ച് ശബ്ദം കേൾക്കുന്ന കേട്ടോ. അപ്പോൾ അതാരുമല്ല, വിജയും അതുപോലെ തന്നെ ഇന്ദ്രജയും യതീന്ദ്രനും പത്മയും എല്ലാവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ വിജയ് ചോദിക്കുകയാണ്, ഇത് എവിടോട്ടാണ് ഈ കാടിനുള്ളിലോട്ട് ഇടിച്ചു കയറി കൊണ്ടുവരുന്നത്, ഇത് എങ്ങോട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ യതീന്ദ്രൻ പറയുന്നുണ്ട് ഒന്ന് മിണ്ടായിരിക്കോ, ഇതാണ് താനൂരമ്മയുടെ ക്ഷേത്രം. അപ്പോൾ അത് കേട്ട ഉടനെ പത്മയും അതിന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അതെ, ഈ ക്ഷേത്രത്തിൽ വരണം, ഇവിടെ തൊഴണം, ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്, അത് പറഞ്ഞാൽ തീരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പോകുന്നത് ഒരു കാട്ടിലോട്ടാവുന്നത് കൊണ്ട് തന്നെ ഏതാ ഒന്നും മനസ്സിലാവുന്നില്ല എന്നീ സമയം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ കാണാം ഒരു സൈഡിലൂടെ കയറി വരുന്ന കേട്ടോ. അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ കേട്ട് സൂര്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൈഡിൽ കാണാം തൻ്റെ അച്ഛനും അതുപോലെ അമ്മയും. അങ്ങനെ അവരെ കാണുമ്പോൾ സൂര്യ ആഹാ, ഇത് വലിയ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ അച്ഛൻ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്ന വിവരമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, അച്ഛൻ ഇങ്ങോട്ടേക്ക് അതിന് നീയോ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഇത് വലിയ സർപ്രൈസ് തന്നെ ആയിരിക്കുന്നു, അത് പിന്നെ എനിക്ക് തന്നെ അറിയില്ല ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് നന്ദിനി എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഞാനിത് ചെയ്തത്. നന്ദിനി എന്താ താനൂരമ്മയുടെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടെന്നും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥകൾ അവൾ പറഞ്ഞു, അതിനനുസരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയുന്നിട്ടോ. ഇതേസമയം ആഹാ കൊള്ളാലോ, എന്തായാലും എൻ്റെ മോന് ഇപ്പോൾ ക്ഷേത്രത്തിൽ വരാനും തൊഴാനും ഒക്കെ നന്ദിനി നീ കാരണം. അത് കേൾക്കുന്ന പത്മ, ഇവിടെ തൊഴാനാണോ വന്നത് ബാക്കിയുള്ളതിനാണോ വന്നത് എന്ന് നിങ്ങൾ മറന്നോ? അപ്പോൾ ഉടൻ തന്നെ നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് അച്ഛൻ അറിയോ? അത് കേൾക്കുന്ന പത്മ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. തൻ്റെ മകൻ എന്താ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കുന്ന എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അതെ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അച്ഛൻ്റെ ജീവിതത്തിൽ ആ ഒരു സംഭവം നടന്ന ദിവസമാണ്. ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പത്മയെ ഇങ്ങനെ യതീന്ദ്രൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മകൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നറിയാതെ പത്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല മോനെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെയും ഈ നിൽക്കുന്ന എൻ്റെ അമ്മ എന്ന് പറയുന്നവരെ വിവാഹം കഴിച്ച ആ ഒരു ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന പത്മക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ പത്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ പത്മ തൻ്റെ മകളോട് ഇന്ദ്രജയോട് പറയാണ്, കാര്യം എന്ത് പറയുകയാണെങ്കിലും എൻ്റെ മകൻ എൻ്റെ വിവാഹ വാർഷികത്തെക്കുറിച്ച് ഓർത്തല്ലോടി എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, മോനെ നീ ആൾ കൊള്ളാലോ, എൻ്റെ പഴയ സൂര്യയായി മാറിയോ, സൂര്യക്ക് ഇതൊക്കെ ഓർക്കാനൊക്കെ സമയമുണ്ട്, സൂര്യ ഇതൊക്കെ ഓർത്തോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അയ്യോ ഇത് ഞാൻ ഓർത്തതല്ല, ഈ നിൽക്കുന്ന നന്ദിനി പറഞ്ഞതാണ്. ഇപ്പം എന്തായി മമ്മി എന്നപ്പോഴേക്കും പത്മയുടെ ചെവിയിൽ ഇന്ദ്രജ ചെറുതായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അത് കൊള്ളാലോ, എൻ്റെ മകനെ ഓർത്തിട്ടില്ല, എന്നാൽ നന്ദിനിയാണെങ്കിലോ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തൂല. നിനക്ക് ഇങ്ങനെ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ഡേറ്റ് കിട്ടി? അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയാണ്, അന്ന് ആ പരിപാടി നടന്നില്ലേ, അതായത് യതീന്ദ്രൻ സാറിൻ്റെ ആ ഒരു പരിപാടി, ബർത്ത്ഡേ ഫംഗ്ഷൻ, അങ്ങനെ പരിപാടി നടക്കുമ്പോൾ അതിലുണ്ടായിരുന്നൊരു ഡേറ്റ് അങ്ങനെ യാദൃശികമായി ഞാൻ കണ്ടതാണെന്ന് പറയട്ടോ. എന്നാൽ അതെൻ്റെ മനസ്സിൽ പച്ചക്കുത്തിയതുപോലെ കിടന്നത് കൊണ്ട് തന്നെ ഞാൻ സൂര്യ സാറിനോട് പറഞ്ഞു വലിയ സർപ്രൈസായി കൊടുക്കണമെന്ന്. അത് കേൾക്കുന്ന പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. പത്മ പറയണേ, മതി, നിർത്തുന്നുണ്ടോ? ഇത് കേൾക്കാനല്ലല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന താനൂരമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഓരോ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ, ശകുനം മുടക്കിയായി ഓരോരുത്തർ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി വരണ്ടായിരുന്നു എന്നൊക്കെ ഉടനെ തന്നെ പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ, ഇവിടെ വന്നിട്ടും അമ്മയുടെ മുന്നിൽ വന്നിട്ട് ഒരു വഴക്ക് വേണ്ട പത്മേ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എന്താണെന്ന് അത് നോക്കാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഗുണ്ടകൾ ഇങ്ങനെ കയറി വരുന്നു. അവർ പറയണം, ഞങ്ങൾക്ക് ആദ്യമായി ഞങ്ങൾക്ക് തൊഴണം എന്നൊക്കെ പറയണേ. അപ്പോൾ ഇങ്ങനെ നന്ദിനിയെ നോക്കുന്നുണ്ട്. അത് കാണുന്ന സൂര്യക്ക് പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സൂര്യ ഇതിനിടയ്ക്ക് ഒരു
സാധനം എടുക്കാൻ നന്ദിനി പോകുമ്പോൾ അവരത് എടുക്കുകയാണ്. ഉടൻ തന്നെ നന്ദിനി അത് എവിടെ ഇടുകയാണ്. പിന്നീട് നന്ദിനി വേറൊരു ഭാഗത്തോട്ട് പോകുമ്പോൾ വേറൊരു ഗുണ്ട അതും തൊടുമ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യ പറയുന്നത്, താൻ എന്താടോ ഈ കാണിക്കുന്നത്? എൻ്റെ ഭാര്യയെ പിടിക്കുന്നതെല്ലാം താൻ പിടിക്കാൻ പോകുന്നു. അത് പിന്നെ ഇവിടെ ദൈവത്തിൻ്റെ മുന്നിൽ തൊഴാൻ വന്നാൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുക്കണ്ടേ? അപ്പോൾ നന്ദിനി പറയണത്, സൂര്യ സാർ വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് പോവാ എന്ന് പറയണേ. അപ്പോൾ അതിനിടയ്ക്ക് ഇത് പറയുന്നതിനിടയ്ക്ക് നന്ദിനി ചെറുതായിട്ട് അങ്ങ് വീഴുകയാണ്. അപ്പോൾ നന്ദിനി ഒരു സൈഡിലോട്ട് പോയിട്ട് പറയണം, ഇവിടെ പുറത്ത് വെള്ളമുണ്ട്, ഞാനൊന്ന് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഈ സമയം അതിലൊരുത്തനാണെങ്കിലും വല്ലാതെ പെണ്ണിനെ കണ്ട് ചെറിയൊരു കേടൊക്കെ അവനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പിറകെ പോവുകയാണ്. എന്നാൽ ഈ സമയം ഉടൻ തന്നെ നന്ദിനി കഴുകാൻ വേണ്ടി കപ്പ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാളാണെങ്കിലോ നന്ദിനിയോട് പറയാണ്, എൻ്റെ കയ്യിലൊന്ന് ഒഴിച്ചു തരുമോ? അത് കേൾക്കുന്ന നന്ദിനി, എനിക്ക് പറ്റത്തില്ല എന്ന് പറയണേ. ഓ എന്താ മേഡം, ഒന്ന് ഒഴിച്ചു തന്നു വെച്ചിട്ട് എന്താ കുഴപ്പം, എനിക്കൊക്കെ ഒഴിക്കാട്ടോ, അതിനുള്ള ഒരു കാര്യമൊക്കെ കിട്ടും കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യ, എന്താ നിനക്ക് കയ്യില്ലെന്ന് പറഞ്ഞ് സൂര്യ അവനെ ഒന്നങ്ങ് കൊടുക്കുകയാണ്. പിന്നീട് അവിടെ വലിയൊരു വഴക്ക് തന്നെ നടക്കുകയാണ്. ഇതേ സമയം യതീന്ദ്രൻ ഓടിയെത്താണ്. എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം, ഡാഡി ഇവൻ 2 ദിവസമായി നമ്മുടെ പിറകെയുണ്ട്, എൻ്റെയും നന്ദിനിയുടെയും പിറകെ. ഇവൻ നന്ദിനിയോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ കണ്ടില്ലെന്ന് നടിക്കുക? ഇനി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി പറ്റത്തില്ല. ഇവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കാവുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രനും പത്മയും വിജയൊക്കെ ഇടപെട്ടതേ ഒന്ന് നിർത്തിക്കുക എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദിനി തൻ്റെ കൈ കഴുകുന്നുണ്ട്. പക്ഷേ സൂര്യയാണെങ്കിലും ഇവരുടെ കൂടെ നന്ദിനി വരുന്നുണ്ടെന്ന് സൂര്യ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് നന്ദിനി ഈ ഗുണ്ടകളാണെങ്കിൽ ഇവർ പോകുന്നതിനൊപ്പം പോകുന്നുണ്ട്. പക്ഷെ അതിൽ വേറൊരുത്തനെ പിറകിലൂടെ വന്ന് നന്ദിനിയെ അങ്ങ് പൊത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം സൂര്യ കുറച്ചങ്ങ് നടക്കുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നന്ദിനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അറിയത്തില്ല എന്ന് പറയാണ്. ഉടൻ തന്നെ നന്ദിനി എവിടെ എന്ന് പറയുമ്പോഴേക്കും നന്ദിനി അവിടെ പരക്കെ തിരയുകയാണ്. അപ്പോഴൊന്നും നന്ദിനിയെ കാണുന്നില്ല. ഇതേസമയം പത്മ പറയണം, അതെ നാളെ നമ്മുടെയും നിങ്ങളുടെയും വിവാഹ വാർഷികമല്ലേ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കണ്ടേ, നമുക്ക് പോവാം. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, നീ എന്താ പത്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ മകൻ്റെ ഭാര്യയാണ് കാണാതായിരിക്കുന്നത്. നമ്മുടെ മകൻ്റെ ഭാര്യയാണോ? എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അവൾ അമ്പലത്തിലോട്ട് തൊഴാൻ വന്ന അവൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെയൊക്കെ അടുത്തോട്ട് അവൾ പോയിട്ടുണ്ട്. അവൾക്ക് തോന്നുമ്പോൾ കയറി വരും. സുദേവൻ്റെ മകളല്ലേ, നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അത്രയങ്ങ് ദഹിക്കില്ല. അപ്പോൾ ഉടൻ പറയുകയാണ്, അതെന്തിനാ നമ്മൾ നോക്കുന്നത്, നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യതീന്ദ്രനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ, പത്മ ഇത്ര വൃത്തികെട്ട സ്വഭാവം നിന്നിൽ പാടില്ല. നിൻ്റെ ഈ നിൽക്കുന്ന മകളെയാണെങ്കിൽ കൊണ്ടുപോയെങ്കിൽ നീ ഇതും പറഞ്ഞ് ഇവിടെ നിന്ന് പോവോ? അതുകൊണ്ട് ശബ്ദിക്കരുത്. ഇനി നീ ശബ്ദിച്ചാൽ എൻ്റെ സ്വഭാവം എന്തെന്ന് നീ തിരിച്ചറിയുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ പത്മ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ ഈ സമയം സൂര്യ അവിടേക്ക് നന്ദിനി എന്ന് പറഞ്ഞ് പരക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ നന്ദിനി വിളി കേൾക്കുന്നില്ല. അങ്ങനെ വലിയ ടെൻഷനാകുമ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. അങ്ങനെ സൂര്യയും പത്മയും എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നന്ദിനി മിസ്സിങ്ങിലാണ്. ഇനി നന്ദിനിയെ കണ്ടെത്താനുള്ള ആ ഒരു ശ്രമത്തിലാവുന്ന എപ്പിസോഡാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്.